ഗുഡ് ഈവനിങ് ഓൾ. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ ലാസ്റ്റ് മൊഡ്യൂളായിട്ടുള്ള പ്രോബബിലിറ്റിയെക്കുറിച്ചാണ്. ബാക്കിയുള്ള മൊഡ്യൂൾസുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ പ്രോബബിലിറ്റി എന്നുള്ള മൊഡ്യൂൾ വളരെ ഇമ്പോർട്ടൻറ്റും അതേപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു മൊഡ്യൂൾ പ്രോബബിലിറ്റിയാണ്. മറ്റൊന്ന് ഡിഫറൻസിയേഷൻ എന്നുള്ള മൊഡ്യൂളാണ്. അതുപോലെ തന്നെ ഇൻഡെക്സ് നമ്പേഴ്സ് എന്നും ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പോൾ പ്രോബബിലിറ്റിയിൽ ഒരുപാട് തിയററ്റിക്കലായിട്ടുള്ള ക്വസ്റ്റ്യൻസും അതേപോലെ തന്നെ പ്രോബ്ലം ഓറിയൻറ്റഡ് ക്വസ്റ്റ്യൻസും ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഫോക്കസ് എന്ന് പറയുന്നത് ഈ ഒരു മൊഡ്യൂളാണ്. ഈ മൊഡ്യൂളിന് ശേഷം ബാക്കിയുള്ള മൊഡ്യൂൾസുകൾ നമ്മൾ വീഡിയോ ഇതുപോലെ ചെയ്യുന്നതാണ്. ഡിഫറൻസിയേഷനും അതേപോലെ തന്നെ ഇൻഡെക്സ് നമ്പേഴ്സും ടൈം സീരീസ് അനാലിസിസും വൈറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സും ഒക്കെ നമ്മൾ ഇതേപോലെ വീഡിയോ ചെയ്യും. അപ്പോൾ നമ്മളതിൻ്റെ ബേസിക് കോൺസെപ്റ്റുകളാണ് പ്രോബബിലിറ്റി എന്നുള്ള ആ ഒരു മൊഡ്യൂളിലെ ബേസിക് കോൺസെപ്റ്റുകളാണ് നമ്മൾ നോക്കുന്നത്. അതായത് പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് അതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ക്ലാസ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ മലയാളത്തിലും ഇംഗ്ലീഷിലും നമ്മൾ ക്ലാസ് എക്സ്പ്ലെയിൻ ചെയ്യും. ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ സ്ലൈഡ് പോസ് ചെയ്ത് കഴിഞ്ഞാൽ, ഈ ഒരു വീഡിയോ പോസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനാവശ്യമായിട്ടുള്ള നോട്ടുകൾ നിങ്ങൾക്ക് ഇതിന്ന് എഴുതിയെടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡയറക്റ്റ്ലി ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ ആദ്യം എന്താണ് പ്രോബബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രോബബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാൻസാണ് അല്ലെങ്കിൽ പോസിബിലിറ്റിയാണ് നമ്മൾ പ്രോബബിലിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇറ്റ് ഈസ് ദി ലൈക്ലിഹുഡ് ഓഫ് ദി ഒക്കറൻസ് ഓഫ് ആൻ ഈവൻറ്റ്. ഒരു ഈവൻറ്റ് സംഭവിക്കാനുള്ള ഒരു ചാൻസിനെയാണ് നമ്മൾ പ്രോബബിലിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ പ്രോബബിലിറ്റിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഡെഫിനിഷൻസ് നമുക്ക് പഠിക്കാനുണ്ട്. അടുത്ത ക്ലാസ്സിലാണ് നമ്മൾ ആ ഡെഫിനിഷനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത്. അതിൽ ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത് മാത്തമാറ്റിക്കൽ ഓർ ക്ലാസിക്കൽ ഡെഫിനിഷൻ എന്നാണ്. രണ്ടാമത് സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർ എംപിരിക്കൽ ഡെഫിനിഷൻ. ആ ഡെഫിനിഷനാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഡെഫിനിഷൻ എന്ന് പറയുന്നത്. അത് വോൺ മൈസസിൻ്റെയാണ് ഡെഫിനിഷൻ. ഓക്കെ, ദെൻ മൂന്നാമത്തെ ഓക്സിയോമാറ്റിക് ഡെഫിനിഷൻ, 4 പേഴ്സണലിസ്റ്റിക് വ്യൂ ഓൺ പ്രോബബിലിറ്റി. ഇങ്ങനെ 4 ഡെഫിനിഷൻസ് ആണ് പ്രോബബിലിറ്റിക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ സിംപ്ലി പ്രോബബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാൻസ് അല്ലെങ്കിൽ പോസിബിലിറ്റി, ഒരു സംഭവം നടക്കാനുള്ള ഒരു ചാൻസിനെ കാണിക്കുന്ന ഒന്നാണ് പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ പ്രോബബിലിറ്റി ചാപ്റ്ററിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. സിലബസിൽ നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള പ്രോബ്ലത്തിലേക്കൊക്കെ പോകുമ്പോൾ നമുക്ക് ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കേണ്ട 1-2 കാര്യങ്ങളുണ്ട്. പ്രോബബിലിറ്റീൻ്റെ വാല്യൂ എത്രയാണ്? സോ ദ വാല്യൂ ഓഫ് പ്രോബബിലിറ്റി ലൈസ് ഇൻ ബിറ്റ്വീൻ 0 and 1. അപ്പോൾ പ്രോബബിലിറ്റീൻ്റെ ഏറ്റവും ചെറിയ വാല്യൂ 0 ആണ്, ഏറ്റവും വലിയ വാല്യൂ 1 ആണ്. അതുകൊണ്ട് നിങ്ങളിനി പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ എല്ലാവരും ഉത്തരം എഴുതുമ്പോൾ കോമൺ ആയിട്ട് കണ്ടുവരുന്നൊരു തെറ്റാണെന്ത്? പ്രോബബിലിറ്റി ഈസ് ഈക്വൽ ടു 5, പ്രോബബിലിറ്റി ഈസ് ഈക്വൽ ടു 8, 6. അപ്പോൾ അങ്ങനെ എഴുതി കഴിഞ്ഞാൽ അത് വളരെ തെറ്റാണ്. അപ്പോൾ 2 രീതിയിലാണ് നമ്മൾ പ്രോബബിലിറ്റി എഴുതാറുള്ളത്. ഒന്ന് ഭിന്നസംഖ്യാ രൂപത്തിൽ ഫ്രാക്ഷനായിട്ടും, മറ്റൊന്ന് ഡെസിമലിൽ, അതായത് പോയിൻ്റ് സംഖ്യ 0.69, അതാണ് പ്രോബബിലിറ്റി എന്ന് പറഞ്ഞ് എഴുതാറുണ്ട്. അപ്പോൾ ദശാംശ രൂപത്തിലും ഭിന്നസംഖ്യാ രൂപത്തിലും മാത്രമാണ് നമ്മൾ പ്രോബബിലിറ്റി എഴുതാറുള്ളത്. അപ്പോൾ അതിൻ്റെ മാക്സിമം വാല്യൂ 1 ആണ്, അതിൻ്റെ മിനിമം വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ അതാണ് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് ആൻ ഇമ്പോസിബിൾ ഇവൻറ്റ് ഈസ് 0. ഒരിക്കലും നടക്കാത്തൊരു സംഭവത്തിൻ്റെ ചാൻസ് എത്രയാണ്? 0 ആണ്. പ്രോബബിലിറ്റി ഓഫ് എ സെർട്ടൈൻ ഓർ ഷുവർ ഇവൻറ്റ് ഈസ് 1. അപ്പോൾ തീർച്ചയായും നടക്കുന്ന ഒരു സംഭവത്തിൻ്റെ ചാൻസ് എന്ന് പറയുന്നത് 1 ആണ്. 1 എന്ന് പറഞ്ഞാൽ എന്താണ്? 100% എന്നുള്ള അർത്ഥത്തിലാണ്. ഓക്കെ, ഇനി ഇതിൻ്റെ നമ്മൾ തിയററ്റിക്കലി ഈ ഒരു മൊഡ്യൂളിൽ നിന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യനിലേക്ക് പോകാം. റാൻഡം എക്സ്പെരിമെൻറ്റ് എപ്പോഴും 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നതാണ്. റാൻഡം എക്സ്പെരിമെൻറ്റ് എന്താണ്? അപ്പോൾ അത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം. 2-3 കാര്യങ്ങളാണ് അതിൽ പറയാനുള്ളത്. ആൻ എക്സ്പെരിമെൻറ്റ് വിച്ച് ക്യാൻ ബി റിപ്പീറ്റഡ് അറ്റ് എനി നമ്പർ ഓഫ് ടൈംസ് അണ്ടർ യൂണിഫോം കണ്ടീഷൻസ് ആൻഡ് ദി ഔട്ട്കംസ് ഓഫ് വിച്ച് കനോട്ട് വേരി ഇറഗുലർലി സോ ദാറ്റ് നോ കറക്റ്റ് പ്രഡിക്ഷൻ ക്യാൻ ബി മെയ്ഡ് അറ്റ് എനി റിപ്പീറ്റേഷൻ ഓഫ് ദി എക്സ്പെരിമെൻറ്റ്. അപ്പോൾ ഇതൊരു എക്സ്പെരിമെൻ്റാണ്, ഒരു പരീക്ഷണം നടത്തുകയാണ് അല്ലേ? ഒരു യൂണിഫോം കണ്ടീഷനിൽ നമ്മൾ നടത്തുന്ന ഒരു പരീക്ഷണമാണ് റാൻഡം എക്സ്പെരിമെൻറ്റ്. എന്താണ് നമ്മൾ എക്സ്പെരിമെൻറ്റിൽ ചെയ്യുന്നത്? അതിൻ്റെ ഔട്ട്കം നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതിങ്ങനെ കുറേ തവണ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഒരേ പരീക്ഷണം നമ്മൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് യൂണിഫോം കണ്ടീഷനിൽ. എന്നിട്ട് അതിൻ്റെ ഔട്ട്കംസ് എന്ത് ചെയ്യുന്നു? ഔട്ട്കംസിൽ മാറ്റങ്ങൾ അധികം സംഭവിക്കുന്നില്ല. അതുകൊണ്ട് നമുക്ക് അതിൻ്റെ പ്രഡിക്ഷൻ പറയാൻ പറ്റില്ല. ഒരു എക്സാമ്പിളിലൂടെ അത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഒരു കോയിൻ ടോസ് ചെയ്യാണ്. കോയിൻ ടോസ് ചെയ്യുമ്പോൾ 2 ഭാഗങ്ങളാണ് ഒരു കോയിനുള്ളത്. ഒന്ന് ഹെഡും ഒന്ന് ടെയിലും. അപ്പോൾ ഈ ഒരു കോയിൻ നമ്മൾ 1000 തവണ, 10,000 തവണ, 20,000 തവണ ടോസ് ചെയ്യുമ്പോൾ സമയത്തൊക്കെ എന്ത് സംഭവിക്കുന്നുണ്ട്? ഒന്നെങ്കിൽ ഹെഡ് വീഴാം അല്ലെങ്കിൽ ടെയിൽ വീഴാം. നമുക്കറിയാം 50-50 ചാൻസാണ് അല്ലേ? അപ്പോൾ ഈ ഒരു
കോയിൻ ടോസിങ് എന്നുള്ളത് നമ്മൾ എത്ര തവണ ചെയ്താൽ റിപ്പീറ്റഡ്ലി എത്ര തവണ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റില്ല അടുത്തത് ഹെഡാണോ ടെയിലാണോ വരുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. അതാണ് അവിടെ പറയുന്നത്. നോ കറക്റ്റ് പ്രഡിക്ഷൻ ക്യാൻ ബി മെയ്ഡ് അറ്റ് എനി റിപ്പീറ്റേഷൻ ഓഫ് ദി എക്സ്പെരിമെൻറ്റ്. ഈ എക്സ്പെരിമെൻറ്റ് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റില്ല ഏത് ഔട്ട്കമാണ് അടുത്ത ടോസിൽ വരിക എന്ന് പറയാൻ പറ്റില്ല, അല്ലേ? യൂണിഫോം കണ്ടീഷൻസിലാണ് ഈ ഒരു എക്സ്പെരിമെൻറ്റ് നടത്തുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോയിൻ അൺബയാസ്ഡ് ആണെന്നാണ് പറയുന്നത്. എന്താ അൺബയാസ്ഡ് എന്നാൽ രണ്ട് ഭാഗം ഒരുപോലെ ഇരിക്കുന്ന, അല്ലെങ്കിൽ ഒരു സൈഡിലേക്കോ മറ്റു സൈഡിലേക്കോ ചായ്വില്ലാത്ത രീതിയിലുള്ള ഒരു കോയിനാണ്, ഒരു ഫെയർ കോയിനാണ് നമ്മൾ എടുക്കുന്നത്. അതാണ് യൂണിഫോം കണ്ടീഷനിൽ. അപ്പോൾ ഇങ്ങനെ നടത്തുന്ന ഒരു എക്സ്പെരിമെൻറ്റിന് എന്ന് പറയുന്നത് നമ്മൾ റാൻഡം എക്സ്പെരിമെൻറ്റ് എന്ന് പറയാം. വേറൊരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഒബ്സർവിങ് ദ ഐറ്റം ഏതർ ഇറ്റ് ഈസ് ഗുഡ് ഓർ ബാഡ്. അപ്പോൾ നമ്മളൊരു കമ്പനിയിൽ ഒരു മാർക്കറ്റിൽ നിൽക്കുകയാണ്. ആ മാർക്കറ്റിൽ നമ്മൾ ഒരുപാട് പാക്ക്ഡ് പ്രൊഡക്ട്സ് എടുത്ത് നോക്കുകയാണ്. ആ പാക്ക്ഡ് പ്രൊഡക്ട്സ് നമ്മൾ എടുക്കുമ്പോൾ ഓരോന്നെടുത്ത് നമ്മളിങ്ങനെ മാറ്റി വയ്ക്കുന്നുണ്ട്, അത് കാറ്റഗറൈസ് ചെയ്യുന്ന ആളുകൾ. അപ്പോൾ നമ്മൾ ഒന്നെടുത്തു, അടുത്തെടുത്തു. അപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല ഇനി വരുന്നത് കേടുള്ളതാണോ അല്ലേ, അല്ലെങ്കിൽ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതാണോ അല്ലേ, നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റില്ല. കയ്യിൽ കിട്ടിയതിന് ശേഷം നമുക്ക് പറയാൻ പറ്റുള്ളൂ, അല്ലേ? അപ്പോൾ അതേ രീതിയിലുള്ള ഇത്തരം നടത്തുന്ന എക്സ്പെരിമെൻറ്റിനാണ് നമ്മൾ റാൻഡം എക്സ്പെരിമെൻ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത സാമ്പിൾ പോയിൻ്റാണ്. അപ്പോൾ സാമ്പിൾ പോയിൻ്റ് എന്താ നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അതേപോലെ തന്നെ സാമ്പിൾ സ്പേസ് എന്താണെന്ന് മനസ്സിലാക്കണം. അപ്പോൾ എവറി ഇൻഡികമ്പോസിബിൾ ഔട്ട്കം ഓഫ് എ റാൻഡം എക്സ്പെരിമെൻറ്റ് ഈസ് നോൺ ആസ് സാമ്പിൾ പോയിൻ്റ്. അതായത് നമ്മൾ റാൻഡം എക്സ്പെരിമെൻറ്റ് നടത്തുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഓരോ ഔട്ട്കമ്മിനെയും നമ്മൾ പറയുന്ന പേരാണെന്ത്? സാമ്പിൾ പോയിൻ്റ്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. അതായത് ഒരു കോയിൻ ടോസ് ചെയ്യുന്നു. ആ കോയിൻ ടോസ് ചെയ്യുമ്പോൾ എങ്ങനെയൊക്കെ വരാം? ഒന്ന് ഹെഡ് എന്നുള്ളത് ആവാം, അല്ലെങ്കിലോ ടെയിൽ എന്നുള്ളത് വീഴാം. ഹെഡ് വീഴാം, ടെയിൽ വീഴാം. അപ്പോൾ ഹെഡിന് എന്താ പറയുക? ഹെഡ് ഒരു സാമ്പിൾ പോയിൻ്റാണ്, അല്ലേ? ഹെഡ് ഒരു സാമ്പിൾ പോയിൻ്റാണ്. ടി എന്ന് പറയുന്നതോ മറ്റൊരു സാമ്പിൾ പോയിൻ്റാണ്, അല്ലെങ്കിൽ നമുക്ക് ഈവൻ്റ് എന്നും പറയാം. ഓക്കെ, അപ്പോൾ എന്താണ് സാമ്പിൾ സ്പേസ് എന്ന് നോക്കുക. സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത് ടോട്ടാലിറ്റി ഓഫ് ആൾ സാമ്പിൾ പോയിൻ്റ് ഈസ് നോൺ ആസ് സാമ്പിൾ സ്പേസ്. ടോട്ടാലിറ്റി ഓഫ് ആൾ സാമ്പിൾ പോയിൻ്റ് എന്ന് പറഞ്ഞാലോ, നമ്മളിപ്പോൾ ഈ കോയിൻ ടോസ് ചെയ്യുന്ന കേസിൽ കോയിൻ ടോസ് ചെയ്യുമ്പോൾ രണ്ട് രീതിയിലാണ് ആ കോയിൻ വീഴുന്നത്. ഒന്ന് ഹെഡാവാം, മറ്റൊന്ന് ടെയിലാവാം. അപ്പോൾ ഹെഡ് ടെയിൽ എന്നീ രണ്ട് രീതിയിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ആ കോയിൻ വീഴുകയുള്ളൂ. അപ്പോൾ ആ ഹെഡും ടെയിലും വരാനുള്ള എല്ലാ ചാൻസുകളും നമ്മൾ പരിഗണിച്ചു. അങ്ങനെ വരാനുള്ള എല്ലാ ചാൻസുകളെയും നമ്മൾ എടുത്തിരുന്നതിന് എന്താ പറയുക? സാമ്പിൾ സ്പേസ് എന്ന് പറയാം. അതിനകത്ത് എല്ലാ സാമ്പിൾ പോയിൻറ്റും ഉണ്ടാവും, ഹെഡും ഉണ്ടാവും, ടെയിലും ഉണ്ടാവും. അതിനെ എസ് എന്നുള്ള അക്ഷരം കൊണ്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഈവൻറ്റ്. എനി സബ്സെറ്റ് ഓഫ് എ സാമ്പിൾ സ്പേസ് ഈസ് കോൾഡ് ആൻ ഈവൻറ്റ്. ഇൻ അതർ വേർഡ്സ്, എനി സെറ്റ് ഓഫ് ഔട്ട്കം ഇൻ എ റാൻഡം എക്സ്പെരിമെൻറ്റ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, നേരത്തെ ഞാൻ പറഞ്ഞു സാമ്പിൾ പോയിൻ്റ് പോലെ തന്നെ നമ്മൾ പറയുന്ന മറ്റൊന്നാണെന്ത്? ഈവൻറ്റ്, അല്ലേ? ഈവൻറ്റ് എ, ഈവൻറ്റ് ബി എന്ന് പറയും. അപ്പോൾ നമ്മൾ ഒരു കോയിൻ ടോസ് ചെയ്യുന്ന കേസിലാണെങ്കിൽ ഹെഡ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഈവൻ്റാണ്. ടെയിൽ എന്ന് പറയുന്നതോ മറ്റൊരു ഈവൻ്റാണ്. ഓക്കെ, അപ്പോൾ സാമ്പിൾ പോയിൻറ്റുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു കോൺസെപ്റ്റ് തന്നെയാണ് ഈവൻറ്റ് എന്ന് പറയുന്നത്. മോർ ഓർ ലെസ് രണ്ടും സിമിലറാണ്. ഈക്വലി ലൈക്ലി ഈവൻറ്റ്സ്. ഇത് ഷുവർ ക്വസ്റ്റ്യൻ ആണ്. 2 മാർക്കിൻ്റെ ഷുവർ ക്വസ്റ്റ്യൻ ആണ് ഈക്വലി ലൈക്ലി ഈവൻറ്റ്സ്. സിംപ്ലി ആ വാക്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈവൻറ്റ്സ് ആർ സെറ്റ് ടു ബി ഈക്വലി ലൈക്ലി വെൻ ദേ ഹാവ് ദ സെയിം പ്രോബബിലിറ്റി ഓഫ് ഒക്കറൻസ്. ദാറ്റ് ഈസ് ദർ ഈസ് നോ പ്രിഫറൻസ് ഫോർ വൺ ഈവൻറ്റ് ദാൻ ദി അതർ. അതായത് 2 ഈവൻറ്റുകൾ എടുക്കുകയാണെങ്കിൽ ആ 2 ഈവൻറ്റുകൾക്കും തുല്യ പ്രോബബിലിറ്റി ആണ് എങ്കിൽ അത്തരം ഈവൻറ്റുകളെ നമ്മൾ എന്താ പറയുന്നത്? ഈക്വലി ലൈക്ലി ഈവൻറ്റ്സ് എന്ന് പറയും. ഫോർ എക്സാമ്പിൾ നോക്കുക, ഒരു കോയിൻ ടോസ് ചെയ്യുന്ന കാര്യത്തിൽ നോക്കുക. ഹെഡ് വീഴാനുള്ള ചാൻസ് എത്രയാണ്? 1/2 ആണ്. ടെയിൽ വീഴാനുള്ള ചാൻസോ 1/2 ആണ്. എന്ന് പറഞ്ഞാൽ 50-50 ചാൻസാണ് ഹെഡ് വീഴാനും ടെയിൽ വീഴാനും. അങ്ങനെ 50-50 ചാൻസ് ഉള്ള എല്ലാ ഈവൻറ്റ്സുകളെയും നമ്മൾ എന്താ പറയുക? ഈക്വലി ലൈക്ലി ഈവൻറ്റ്സ് എന്ന് പറയും. അപ്പോൾ ഹെഡ് ഇപ്പോൾ 2 ഈവൻ്റ് ഉണ്ട് നോക്കുക. എ എന്നുള്ള ഈവൻറ്റും ബി എന്നുള്ള ഈവൻറ്റും ഉണ്ടെങ്കിൽ എ എന്നുള്ള ഈവൻറ്റിൻ്റെ പ്രോബബിലിറ്റിയും ബി എന്നുള്ള ഈവൻറ്റിൻ്റെ പ്രോബബിലിറ്റിയും സെയിം ആണെങ്കിൽ അത്തരം ഈവൻറ്റുകളെ നമ്മൾ എന്ത് പറയും? ഈക്വലി ലൈക്ലി ഈവൻറ്റ്സ് എന്ന് പറയും. അപ്പോൾ സെയിം പ്രോബബിലിറ്റി, അത് മാത്രം ആലോചിച്ചാൽ മതി. ഈക്വലി ലൈക്ലി എന്ന് പറഞ്ഞാൽ സെയിം പ്രോബബിലിറ്റി ഉള്ള ഈവൻറ്റുകളെയാണ് ഈക്വലി ലൈക്ലി ഈവൻറ്റ്സ് എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ്, മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഈവൻറ്റ്സ് ഓർ ഡിസ്ജോയിൻറ്റ് ഈവൻറ്റ്സ്. ഇതും ചോദിക്കാറുണ്ട്. പല പ്രോബ്ലത്തിലും ഈ ഒരു സാധനം നമുക്ക് അപ്ലൈ ചെയ്യാൻ വരും. പ്രോബ്ലം ചെയ്യുമ്പോഴാണ് ഈ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഈവൻറ്റ്സിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഈവൻറ്റ്സ് ഓർ ഡിസ്ജോയിൻറ്റ് ഈവൻറ്റ്സ്, അതിനകത്ത് തന്നെ പറയുന്നത് ഡിസ്ജോയിൻറ്റ് ഈവൻറ്റ് എന്നതിനെ പറയുന്നു. എന്നാൽ ഡിസ്ജോയിൻറ്റ് ഈവൻറ്റ് എന്ന് പറഞ്ഞാൽ 2 ഈവൻറ്റുകൾ തമ്മിൽ യാതൊരു ബന്ധമില്ലെങ്കിൽ അത്തരം ഈവൻറ്റുകളാണ് നമ്മൾ എന്താ പറയുക? മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഈവൻറ്റ്സ് എന്ന് പറയാം. ഇത് നമ്മൾ പരീക്ഷയ്ക്ക് ഇതുപോലെ പ്രോബ്ലംസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഈവൻറ്റ്സിനെ M.E
അങ്ങനെയാണ് സൂചിപ്പിക്കാറുള്ളത്. ഓക്കെ, ഈവൻ്റ് ആർ സെഡ് ടു ബി മ്യൂച്വലി എക്സ്ക്ലൂസീവ് വെൻ ദേ ഹാവ് നോ സാമ്പിൾ പോയിൻറ്റ്സ് ഇൻ കോമൺ. അപ്പോൾ കോമൺ ആയിട്ട് എന്തില്ല, അതിന് ഒരു പോർഷൻ ഇല്ലാത്തതിന് എന്ത് പറയാം, മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഈവൻറ്റ്സ് എന്ന് പറയാം. അപ്പോൾ ഇതിൽ സെറ്റ് തിയറി നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ താഴെ എഴുതിയിരിക്കുന്ന നോക്കുക, രണ്ടാമത്തെ പോയിന്റ്, എ ഇൻ്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു 5. ആ ഒരു 5 എന്നുള്ള സാധനം ഇൻസേർട്ട് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുകൊണ്ടാണ് ഞാൻ 5 എന്ന് എഴുതിച്ചില്ല. അപ്പോൾ ANB എന്നല്ല നിങ്ങൾ വായിക്കുന്നത്, ഇൻ്റർസെക്ഷൻ എന്നുള്ളതാണ് വായിക്കേണ്ടത്. ഇൻ്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, എക്കും ബിക്കും കൂടുതൽ അല്ലേ, എക്കും ബിക്കും കോമൺ ആയിട്ടുള്ളൊരു ഭാഗം. ഫോർ എക്സാമ്പിൾ ഈ മ്യൂച്വൽ എക്സ്ക്ലൂസീവ് ഈവൻറ്റ്സ് അറിയുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു എന്ത് ചെയ്യുക, ഒരു കോളം വരയ്ക്കുക, ആ കോളത്തിനകത്ത് 2 സർക്കിൾ വരയ്ക്കുക, ആ 2 വട്ടങ്ങൾ എന്ത് ചെയ്യുക, ഒരിക്കലും കൂട്ടിമുട്ടരുത്. അങ്ങനെയുള്ള ഈവൻറ്റ്സിനെ എന്താ പറയുക, ഒന്നിന് എന്നും കൊടുക്കുക, മറ്റൊന്നിന് ബി എന്നും കൊടുക്കുക. അപ്പോൾ അത് തമ്മിൽ എന്തില്ല, ഒരു കണക്ഷൻ ഇല്ല. അപ്പോൾ കണക്ഷൻ ഇല്ലെങ്കിൽ അതിനെന്താ പറയുക, മ്യൂച്വൽ എക്സ്ക്ലൂസീവ്. ഒന്ന് മറ്റൊന്നിൽ നിന്നും വളരെ വ്യത്യസ്തമാണ്, അത് തമ്മിൽ ഒരു ബന്ധമില്ല. ഓക്കെ, അതിനെയാണ് നമ്മൾ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഈവൻറ്റ്സ് എന്ന് പറയുന്നത്. ക്ലിയർ? അടുത്ത ഇൻഡിപെൻഡൻറ്റ് ഈവൻറ്റ്സ്. എപ്പോഴും ചോദിക്കുന്നതാണ് ഈ മ്യൂച്വൽ എക്സ്ക്ലൂസീവ് ഈവൻറ്റ്സും ഇൻഡിപെൻഡൻറ്റ് ഈവൻറ്റ്സ് തമ്മിലുള്ള വ്യത്യാസം ചോദിക്കുന്നതാണ്. ഓക്കെ, 5 മാർക്കിന് ഒരു വർഷം ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് തമ്മിലുള്ള വ്യത്യാസം എന്ന്. അപ്പോൾ നമുക്ക് ഇൻഡിപെൻഡൻറ്റ് ഈവൻറ്റ് അത് നോക്കാം. 2 events are said to be independent if the probability of the occurrence of one event will not affect the occurrence or non-occurrence of the second event. Independent events are those events whose probabilities are in no way affected by the occurrence of any other events preceding or following occurrence at the same time. എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. നമ്മൾ നടത്തുന്ന റാൻഡം എക്സ്പെരിമെൻറ്റിൽ അതായത് ഒന്നിൻ്റെ പ്രോബബിലിറ്റി മറ്റൊന്നിൻ്റെ പ്രോബബിലിറ്റിയെ അഫക്റ്റ് ചെയ്യാതിരിക്കുക, ബാധിക്കാതിരിക്കുക. ഇപ്പോൾ ഇതിന്ന് ഒന്നെടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ചാൻസ് മറ്റൊന്നിൻ്റെ ചാൻസിനെ ഇല്ലാതാക്കുകയോ അല്ലെങ്കിൽ മറ്റൊന്ന് കിട്ടാനുള്ള ചാൻസിനെ 0 ആക്കുകയോ ചെയ്യുക. അല്ലെങ്കിൽ ഒന്നുകിൽ ഈ ഈവൻറ്റ് ഉണ്ടായത് കൊണ്ട് ഇനി മറ്റൊരു ഈവൻറ്റ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഈ ഈവൻറ്റിൻ്റെ പ്രോബബിലിറ്റി മറ്റൊരു ഈവൻറ്റിൻ്റെ പ്രോബബിലിറ്റിയെ ബാധിക്കുകയാണെങ്കിൽ അതിൻ്റെ പ്രോബബിലിറ്റീസ് തമ്മിൽ എന്തുണ്ടാവാൻ പാടില്ല, ഒരു കണക്ഷനും ഉണ്ടാകാൻ പാടില്ല. ഇതിൻ്റെ പ്രോബബിലിറ്റി മറ്റൊന്നിൻ്റെ പ്രോബബിലിറ്റിയെ അഫക്റ്റ് ചെയ്യാനേ പാടില്ല. അങ്ങനെയുള്ള കേസുകളാണ് നമ്മൾ എന്താ പറയുക, ഇൻഡിപെൻഡൻറ്റ് ഈവൻറ്റ്സ് എന്ന് പറയാം. ക്ലിയർ? അപ്പോൾ ഒന്ന് കിട്ടുമ്പോൾ ഇനി ബാക്കിയുള്ളത് കിട്ടാനുള്ള ചാൻസിനെ അത് അഫക്റ്റ് ചെയ്യാൻ പാടില്ല. അത്തരം ഈവൻറ്റ്സിനെയാണ് നമ്മൾ ഇൻഡിപെൻഡൻറ്റ് ഈവൻറ്റ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതേപോലെ തന്നെ ഇതിന് ജസ്റ്റ് ഓപ്പോസിറ്റാണെന്ത്, ഡിപ്പെൻഡൻറ്റ് ഈവൻറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഡിപ്പെൻഡൻറ്റ് ഈവൻറ്റ്സ് എന്ന് പറയുന്നത് എന്താണ്, 2 events are said to be dependent if the occurrence or non-occurrence of one event in any trial affects the probability of the other events in the other trials. അതായത് ഒന്നിൻ്റെ പ്രോബബിലിറ്റി മറ്റൊന്നിൻ്റെ പ്രോബബിലിറ്റിയെ അഫക്റ്റ് ചെയ്യുകയാണെങ്കിൽ അത്തരം ഈവൻറ്റ്സിനെയാണ് നമ്മൾ ഡിപ്പെൻഡൻറ്റ് ഈവൻറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള തിയററ്റിക്കൽ ഭാഗമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. ഇനി ബാക്കി വരുന്നത് ഇനി പ്രോബ്ലം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും നെക്സ്റ്റ് ക്ലാസ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ഓരോ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്ത്, ഇപ്പോൾ നിങ്ങളത് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രോബബിലിറ്റി എന്നുള്ള ചാപ്റ്ററിന് ഏകദേശം ഒരു 10, 20, 25 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം, 20-25 മാർക്സ്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് നിന്ന് നേടിയെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ ഈ ക്ലാസ്സിനെ കുറിച്ചുള്ള വിലയേറിയ അഭിപ്രായങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, താങ്ക് യു.